യൂത്ത് ലീഗിന്റെ ഇംദാദ് ക്യാമ്പയിൻ നടത്തിയ, പക്ഷേ ചുരുക്കം ചില ആളുകൾ മാത്രമേ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. 10 രൂപയെങ്കിൽ 10 രൂപ അങ്ങനെയെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് കഴിവുള്ളവരാണ് നമ്മളെല്ലാവരും എന്ന് എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. സ്വാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുനവ്വർ അലി തങ്ങളും ലീഗിന്റെ സലാമും ഷാജിയും ഓലൊക്കെ നടത്തിയ പിരിവാണ്. ഇപ്പോഴും 50 ലക്ഷം എത്തിയിട്ടില്ല. എന്ത് ലീഗുകാർ വരെ കൊടുക്കണില്ലല്ലോ, എന്ത് പറ്റിപ്പത്? അങ്ങനല്ലല്ലോ ലീഗ് പിരിക്കുമ്പോൾ. സമസ്തന്റെ പിരിവിനെ കളിയാക്കിയാണ്ടും സമസ്തന്റെ പിരിവിനെ തകർക്കാനും നടക്കുമ്പോൾ സ്വയം തകരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. അത് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ തിരുത്തണം. ഒരുമിച്ച് നിന്നാലാണ് നമുക്ക് എന്തും നേടാൻ പറ്റുള്ളൂ. ഭിന്നിപ്പിക്കുകയാണെങ്കിൽ ഭരിക്കാൻ കഴിയൂല. അത് നഷ്ടം നിങ്ങൾക്ക് മാത്രമേ കാരണം. ഇത് എത്രയോ പാഠങ്ങൾ നിങ്ങൾക്കുണ്ട്, മനസ്സിലായോ? സമസ്തനെ തകർക്കാൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങളാണ് തകരുക. സമസ്തന്റെ ജാരിയ ഫണ്ട്, സമസ്തന്റെ ഇപ്പോഴത്തെ ഫണ്ട്, സമസ്തന്റെ 100-ാം വാർഷികം, ഇതൊക്കെ തകർക്കാൻ നോക്കിക്കാണ്ട് നിങ്ങളാണ് തകരുക. ഇതേമാതിരി പെണ്ണുങ്ങളെ ഇറക്കിയാണ്ട് ഏതെങ്കിലും കാലത്ത് ലീഗിന്റെ പിരിവ് നടത്തിയിട്ടുണ്ടോ? അവിടുന്ന് പ്രഖ്യാപനം നടത്തിയാൽ മണിക്കൂറുകൾ കൊണ്ട് ലക്ഷങ്ങൾ വീണ, കോടികൾ വീണ ഇതേന് പാർട്ടിന് ഇപ്പോൾ ഒരു 50,000 തികഞ്ഞിട്ടില്ല, ഇപ്പോഴും 50 ലക്ഷം തികഞ്ഞിട്ടില്ല, ഇപ്പോഴും 41 ലക്ഷത്തുമ്പിൽ നിൽക്കുക. സമസ്ത അതിന് ശേഷം ഇപ്പോൾ തുടങ്ങിയതാണ്. 50 കോടി കഴിഞ്ഞ്, അതിന് നിന്നിട്ടില്ല, പാറുകയാണ്. ഇനിയും കണക്ക് വരാണ്ട്. അപ്പോൾ സമസ്തനെ തകർക്കാൻ നോക്കി നിങ്ങളാണ് തകരുക. സമസ്തനെ നിങ്ങളാണ് കൂട്ടിപ്പിടിക്കേണ്ടത്. എന്നാലാണ് നിങ്ങൾക്ക് വളരാൻ കഴിയുള്ളൂ. അല്ല ഞങ്ങളുണ്ടായാലാണ് ഇവിടെ സമസ്ത നിലക്കുള്ളൂ എന്നുള്ള ആ കാഴ്ചപ്പാടുള്ള ആളുകളെ മാറ്റി നിർത്തുക. സമസ്തനെ കുറ്റപ്പെടുത്തുന്നവരോട് പറയാം, അങ്ങനെ പറയാൻ പാടില്ല. സാജിനോട്, സലാമിനോട്, ഓലോടൊക്കെ പറയാം. ഷജറകളെന്ന് വിളിച്ചിട്ടും മറ്റേ സുന്നികളെന്ന് വിളിച്ചിട്ടും അവഹേളിക്കുമ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിനി ആൾക്കാർ, ഇവരൊക്കെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിനി ആളുകളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആരും ഇല്ലല്ലോ ഇപ്പോൾ പ്രവർത്തിക്കാൻ. കുറച്ച് ആളുകൾ വള്ളിയും പള്ളിയിട്ട ആളുകൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അവരങ്ങനെ നിൽക്കില്ല, നൃത്തം നിൽക്കല്ലേ, അതാ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ സമസ്തനെ തകർക്കാൻ നോക്കുമ്പോൾ ഇതേമാതിരി പെണ്ണുങ്ങളെ ഇറക്കിയാണ്ട് 10 റുപ്യെങ്കിൽ 10 റുപ്യ എന്ന് പറയിപ്പിച്ചേണ്ടി വരും. ഇത്രത്തോളം പോയി നമ്മളെ ലീഗിൻ്റെ പിരിവ്, മനസ്സിലായോ? ആരും കൊടുക്കില്ല, വിശ്വാസത നഷ്ടപ്പെടും. സമസ്ത ഉണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് വിശ്വാസത കൂടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. സമസ്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉദിച്ചു നിൽക്കുന്നത്. അതെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്, അന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ, മനസ്സിലായോ? അല്ലെങ്കിൽ ഒക്കെ നഷ്ടപ്പെട്ടു, ഓരോന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാലും നിങ്ങൾ പാഠം പഠിക്കൂല. അഹങ്കാരികളെ മാറ്റി നിർത്തുക, എന്നിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുക. ജനാധിപത്യ രാജ്യത്തുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ലീഗിനെ ശക്തിപ്പെടുത്തുക. സലാമിൻ്റെ മായത്തെ പൊട്ടന്മാരെടുത്താണ് പുറത്തേക്ക് ഇടുക. സാജിൻ്റെ മായത്തെ തൊള്ളക്ക് സീല് വെക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക, ഒരുമിച്ച് മുന്നോട്ട് പോവുക. രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉണ്ടാവും എന്ന് പറയാം. സമസ്തൻ്റെ വിഷയം വരുമ്പോൾ സമസ്തൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിലും മുണ്ടത്. പിന്നെ നിങ്ങൾ കൂടെ നിന്നുകൊണ്ട് അനുകൂലിക്കണം എന്ന് ഞങ്ങൾ പറയില്ല, പക്ഷെ നിങ്ങൾ എതിരാളികളെ കൂടെ നിന്നാണ്ട് സമസ്തനെ തകർക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് അതിന് പ്രതിരോധം തീർക്കും. അത് നിങ്ങൾക്ക് വമ്പൻ നഷ്ടങ്ങൾ സംഭവിക്കും. ഇതൊക്കെ നിങ്ങൾക്കൊരു പാടാണ്. പിരിവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ പാടാണ് ഇപ്പോൾ, മനസ്സിലായോ? കോടികൾ കൊടുക്കുന്ന ആളുകളാണ് എവിടെ പോയി, ആരും കൊടുക്കണില്ലേ? എന്ത് പിരിവിൻ്റെ വിശ്വാസത നഷ്ടപ്പെട്ടോ? സമസ്ത അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 പിരിവ് വിരിച്ച്, ഒരു 10 കോടി, ഇപ്പോൾ അതാ ഒരു 50 കഴിഞ്ഞ ഇതും 50 കോടി കഴിഞ്ഞു. അത് നിന്നിട്ടില്ല. 100 കേൾക്കണത്. അല്ലാഹു അലം. ഏതായാലും എത്തട്ടെ, നല്ല പരിപാടിക്കല്ലേ. അപ്പോൾ സമസ്ത ഉണ്ടാകുമ്പോഴേ വിശ്വാസത ഉണ്ടാവുള്ളൂ, ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. സമസ്തയെ തെറ്റിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും. അതിൽ നമുക്ക് സങ്കടം ഉണ്ട് താനും. ലീഗ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലാതെ ഒരു മതസംഘടന അല്ല. രാഷ്ട്രീയ പാർട്ടിയിൽ മുജാഹിദ് ഉണ്ടാവും, APക്കാരുണ്ടാവും, ഈക്കക്കാരുണ്ടാവും, ഹിന്ദുക്കളുണ്ടാവും, ക്രിസ്ത്യാനികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഞാൻ പറയുന്നത് എന്താണ്, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള ബോധം തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് വേണം. മുമ്പുള്ള നേതാക്കൾ എങ്ങനെയെന്ന് അറിയാം. അണികൾ ചിന്തിച്ച് തീരുന്നിടത്ത് ചിന്തിച്ച് തുടങ്ങുന്ന നേതാക്കൾ അതിന് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തത് അണികളെക്കാട്ടും വലിയ പൊട്ടന്മാരായ സലാമിൻ്റെ മാറ്റത്തെ ആളുകളാണ്. എന്താണ് സലാമിനെ എടുത്തു പറയാൻ കാരണം? ഇതിന് മുൻകഴിഞ്ഞ ആളുകൾ ഒരുപാട് വഹാബികൾ ഇരുന്നിട്ടുണ്ട്, ഒരുപാട് മറ്റ് സുന്നികൾ ഇരുന്നിട്ടുണ്ട്, അങ്ങനെ പലരും ഇരുന്നിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല. എനിക്ക് ET മുഹമ്മദ് ബഷീറിനോട് ഇതില്ല, മജീദിനോട് ഇതില്ല. അവരൊന്നും സമസ്തനെ കുത്തിയിട്ടില്ല. സമസ്തൻ്റെ വോട്ട് വാങ്ങിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ മുണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. സലാം അങ്ങനെയല്ല. സെക്രട്ടറി സ്ഥാനത്ത് കയറിയത് മുതൽ സമസ്തനെ കുത്താൻ തുടങ്ങിയതാണ്.
സമസ്തനെ കുത്തുക എന്ന് പറഞ്ഞാൽ ദീനിനെ കുത്തുന്ന മാതിരിയാണ്. അപ്പോൾ അത് നമ്മളെ വോട്ടും മേടിച്ചാണ്ട് നമ്മളെ തന്നെ കുത്തുമ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞിരിക്കും. അത് ഷാജി ആയാലും ഷാജിക്ക് ഇപ്പോൾ തുടങ്ങിയതാണ് ആ സോക്കട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം തോറ്റതാണല്ലോ, കുത്ത് നല്ല സേഫ്റ്റി ഒരു ഇത് കിട്ടണം, മണ്ഡലം കിട്ടണം. അതിനു വേണ്ടി ഏറ്റവും വഴി എന്താണ്, ഷജറകൾ എന്ന് പറഞ്ഞാണ്ട് സമസ്തന്റെ ആളുകളെ കുത്തിയാൽ നമ്മൾ തോൽപ്പിക്കുന്നു ഓലോട് പറയുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, പാർട്ടി അതിന് നല്ല സീറ്റ് കൊടുക്കും. കഴിഞ്ഞ കുത്തന്നെ അയിനിക്കോട് തോൽക്കുന്നു മനസ്സിലായിക്കാണ്ട് കാസർഗോഡ്ക്ക് മാറാൻ നിന്ന ആളാണ് ആര്, KM ഷാജി. ഇക്കുത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നേ ഒരു പടി മുന്നേ എറിയാണ്. ഈ സമസ്തനായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ നിർത്തിയാൽ സമസ്തന്റെ ആളുകൾ എന്ത് പറയും, ഷാജി എവിടെ നിന്നാലും ഞങ്ങൾ തോൽപ്പിക്കുന്നു പറയും. അപ്പോൾ പാർട്ടിക്ക് ഷാജിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അണികളും പറയും ഷാജി എന്തായാലും തോൽക്കാൻ പാടില്ല, ആര് തോറ്റാലും നല്ല സീറ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ സേഫ്റ്റി, കുഞ്ഞാലിക്കുട്ടിയും മുനീറൊക്കെ നിൽക്കണ മാതിരി നല്ല സേഫ്റ്റി ആയ സീറ്റിലേക്ക് മാറാനുള്ള പണിയാണ് രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഓന് ഈ പ്രശ്നങ്ങൾ കാണേണ്ടത്. അല്ലെങ്കിൽ ഓനക്ക് എന്താണ് സമസ്തന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം എന്താണ്, സലാമിന് CIC-യുമായിട്ട് ബന്ധം എന്താണ്, ഷാജിക്ക് സമസ്തയുമായിട്ട് ബന്ധം? ഒരു വഹാബികളാണ്, രാഷ്ട്രീയപരമായിട്ട് പോലും ഞങ്ങളെ നേതാക്കളാണ്, നമ്മൾ അംഗീകരിക്കും. ഒരു മതം പറഞ്ഞ് ഖുർആൻ ഓതിക്കുകയാണെങ്കിൽ കള്ളന്മാരാണ്, പോലെ വിശ്വസിക്കരുതെന്ന് ഞങ്ങൾ പറയും ചെയ്യും. മതം പറയേണ്ട ആളുകളല്ല, വല്ല രാഷ്ട്രീയം പറയേണ്ട ആളുകളാണ്. രാഷ്ട്രീയ പാർട്ടിനെ കൊണ്ടുപോകേണ്ട എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടാണ്. അത് ജനാധിപത്യ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ ഭരണഘടന അംഗീകരിക്കണ APക്കാരും ഈക്കക്കാരും മുജാഹിദും എല്ലാവരും ഉണ്ടാവും. അതിൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ മുജാഹിദാണോ സുന്നിയാണോ നോക്കിയിട്ടല്ല ചെയ്യല്. പക്ഷേ ആ സ്ഥാനത്ത് ഇരുന്നാണ്ട് സെക്രട്ടറി സ്ഥാനത്ത് സലാമിൻ്റെ മായത്തെ വിഡ്ഢിയായ ഒരു സെക്രട്ടറി ഇന്നേ വരെ വന്നിട്ടില്ല. ആർക്ക്, മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക്. സമസ്തൻ്റെ വോട്ട് വാങ്ങി സമസ്തനെ കുത്തുന്ന ആളുകൾ ആദ്യമായിട്ട് വരികയാണ്. അപ്പം പിന്നെ പ്രതിരോധം ഉണ്ടാവില്ല. എനിക്ക് സുന്നികൾ തന്നെ വരണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഒരു പ്രസിഡന്റും ഉണ്ട്. ഓല് തീരുമാനിക്കും ആര് നിൽക്കണമെന്ന്. അവർക്ക് നമ്മൾ വോട്ട് ചെയ്യലാണ്. അല്ലാതെ ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല. ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുജാഹിദ് ആവട്ടെ, ഇനി ആരാവട്ടെ. ലീഗിനെ അംഗീകരിക്കുന്ന ആളുകളും പാണക്കാടിനെ അംഗീകരിക്കുന്ന ആളുകളും ആയാൽ മതി നമുക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ. അത്രേ ഉള്ളൂ. പക്ഷെ അവർ സ്ഥാനങ്ങൾ കിട്ടിയതിൻ്റെ ശേഷം ഈ വോട്ട് വാങ്ങുന്ന സമസ്തനെ കുത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഷാജിയും ഒന്നുമല്ല, സലാമും ഒന്നുമല്ല, എല്ലാവരും നമ്മളെടുത്ത് അലക്കും. മനസ്സിലായോ? അതാണ്. അല്ലാതെ സുന്നികൾ മാത്രം മതി, അല്ലെങ്കിൽ സുന്നികളെ വോട്ട്, അങ്ങനെ ഒരു ഇത് കാഴ്ചപ്പാടില്ല. എല്ലാവരും കൂടി ഉള്ളതാണ്. ഓല് സൂപ്പർ ലീഗ് കളിച്ചാണ്. ഞങ്ങളുണ്ടെങ്കിലേ ഇവിടെ ലീഗ് നിലക്കുള്ളൂ, ഞങ്ങളുണ്ടെങ്കിൽ APക്കാർ നിലക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള മതസംഘടനകൾ നിലക്കുള്ളൂ എന്നുള്ള ഒരു വല്യേട്ടൻ ചമയലാണ് കുഞ്ഞാലിക്കുട്ടിൻ്റെയും സ്വാദിഖ് അലി തങ്ങളെയൊക്കെ ഇപ്പോഴത്തെ പണി. അത് അനുവദിച്ചു കൊടുക്കാനാവില്ല. ഇവിടെ സമസ്ത നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നത് എന്നുള്ളത് മുസ്ലിം ലീഗിന് വൈകാതെ മനസ്സിലാവും. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ലീഗിൽ മാറ്റിയാണ്ട് വഹാബികളെ എനിക്ക് പറ്റൂല, സുന്നികളെ എനിക്ക് പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങളെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. മനസ്സിലായോ? മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാണ്ട് വേറെ പാർട്ടിക്കൊന്നും പോകില്ല. കോമണ്ണ മുസ്ലിം ലീഗിൽ തന്നെ നിൽക്കും. മുസ്ലിം ലീഗിൽ നിന്നുകാണ്ട് അതിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകാണ്ട് അതിലുള്ള കള്ളന്മാരെ എടുത്ത് പുറത്തേക്ക് ഇട്ടുകാണ്ട് ആ പാർട്ടിനെ നന്നാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് കുമ്മണ്ണൻ്റെ നിലപാട്. തെറ്റ് ആര് ചെയ്താലും തെറ്റാണെന്ന് പറയും. അത് വലിയ നേതാവായാലും ചെറിയ നേതാവായാലും കുട്ടി നേതാക്കളായാലും പാർട്ടി ഉണ്ടാക്കി തന്നത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനാണ്, ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി നിലനിൽക്കാനാണ്, പാവപ്പെട്ടവനെ സഹായിക്കാനാണ്. ഇതിനാണ് കായികമില്ലത്ത് ലീഗ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആ ലീഗിനെ ഇന്നേ വരെ കൊണ്ടുപോയതും എൻ്റെ നേതാക്കളും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴുള്ള ഇസ്ലാമിൻ്റെ മയത്തെ കുറച്ച് ആളുകൾ അതിൽ വഹാബിസം കടത്തി കൂട്ടുകയും രാഷ്ട്രീയത്തെ വേറൊരു മേഖലയ്ക്ക് കൊണ്ടുപോവുകയും ശ്രമിച്ചു. ലീഗായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല ലീഗിനോട്. ലീഗ് രണ്ട് തലയും കത്തിച്ചിന പരിപാടി എടുക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നം. അവിടെയാണ് നമ്മൾ എതിർപ്പ്. ഷാജിൻ്റെ മായത്തെ ആളുകൾ, സലാമിൻ്റെ മായത്തെ ആളുകൾ 100% സമസ്തയുടെ വോട്ട് വാങ്ങിയിട്ട് സമസ്തയെ തന്നെ കുത്തുന്ന പരിപാടി എടുക്കുമ്പോൾ ശക്തമായിട്ട് നമ്മൾ സമസ്തയെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കും. അത് നമുക്ക് പാർട്ടി ഒരു വിഷയമല്ല. നമുക്ക് 1, 2, 3 ദീനാണ്. അത് രാഷ്ട്രീയ പാർട്ടിയല്ല, അത് ദീനാണ്, സമസ്തയാണ്. അതിനെതിരെ ആര് വന്നാലും ശക്തമായിട്ട് ജീവൻ കൊടുത്തിട്ടും പോരാട്ടം നടത്തും. ഇനി പാർട്ടി എന്നു CH പറഞ്ഞ മാതിരി നേതാക്കളെ കണ്ടുകൊണ്ട് നിങ്ങൾ പാർട്ടിക്ക് വരരുത് തരണം. അവരുടെ സ്ഥാനമാനങ്ങൾ ഇല്ലാഞ്ഞപ്പോൾ ഇപ്പോൾ സലാം CPM വന്ന ആളല്ലേ, സ്ഥാനമാനം കിട്ടിയപ്പോൾ ലീഗിക്ക് വേണ്ടി ചാടി. ഇനി അപ്പുറത്ത് വേറെ സ്ഥാനം കിട്ടുമ്പോൾ ഓനാണ്ട് ചാടും. ഓനെ വിശ്വസിച്ചാണ്ടല്ല പാർട്ടിയിൽ നിൽക്കുന്നത്. പാർട്ടിയിൽ തലപ്പത്ത് നിന്നുകൊണ്ട് കുരുത്തക്കേട് കാണിക്കുമ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള അണികൾ ഉണ്ടാകുമ്പോഴാണ് ഒരു പാർട്ടി നന്നാവുക. കാലം മാറും.
സലാം പോവും, വേറെ നല്ല ആളുകൾ വരും. അപ്പൊ സജീവമായിട്ട് മുസ്ലിം ലീഗ് തന്നെ പ്രവർത്തിക്കും. ഇപ്പൊ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം തലപ്പത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരെ ശക്തമായിട്ട് എതിർക്കപ്പെടുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല കുമ്മണ പാർട്ടി മാറില്ല. പിന്നെ മറ്റു പാർട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യും. അതിപ്പോൾ SDPI ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ.